ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരുടെ മുഖത്ത് നല്ല സന്തോഷമാണല്ലോ. സുഖമാണോ എല്ലാവർക്കും? സുഖമാണല്ലേ? എല്ലാവരെയും കണ്ടാൽ അറിയാം നല്ല സുഖമാണെന്നും സന്തോഷമാണെന്നും ഒക്കെ സിസ്റ്ററിന് കണ്ടാൽ അറിയാം. മിടുക്കരാണേ. എന്നെടുക്കുമായിരുന്നു ഈ ഒരാഴ്ച മുഴുവനും? സ്കൂളിലേക്ക് പഠിക്കാനുണ്ടോ? കുറേ ഉണ്ടല്ലേ. ഒത്തിരി പഠിക്കാനുണ്ട്, ഒത്തിരി എഴുതാനുണ്ട്. വീട്ടിലിരുന്ന് പിന്നെ കുറേ കളിക്കും, അങ്ങനെയൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് പോകുന്നല്ലേ. നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മെ മുഴുവനായി സമർപ്പിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാമല്ലേ. ഒന്ന് എഴുന്നേറ്റ് നിന്നേ, കൈകൾ കൂപ്പി കണ്ണടച്ച് സിസ്റ്റർ പ്രാർത്ഥിക്കുമ്പം ആ കൂടെ പ്രാർത്ഥിക്കണം കേട്ടോ. നല്ല ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നതിനെ ഓർത്ത് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ, ഈ ഒരാഴ്ചക്കാലം അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വർഷിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഈ ലോകം മുഴുവനെയും അങ്ങ് അനുഗ്രഹിക്കണമേ. പ്രത്യേകമായി ഞങ്ങൾ കേൾക്കുന്ന ഭാഗം ആത്മാവിൻ്റെ നിറവോടുകൂടി സ്വീകരിക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയുടെ അഭിഷേകം ഓരോ നിമിഷവും ഞങ്ങളിലേക്ക് നൽകിക്കൊണ്ടിരിക്കണമേ. പരിശുദ്ധ അമ്മേ, നല്ല മാതാവേ, അമ്മ ഈ സമയങ്ങളിൽ ഞങ്ങളോട് കൂടെ ആയിരിക്കുകയും ഞങ്ങൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുവാൻ അമ്മയുടെ തിരുക്കുമാരനിൽ നിന്നും മധ്യസ്ഥം വാങ്ങി ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, തിരുസഭയെ മുഴുവനും അമ്മയുടെ കാപ്പയുടെ കീഴിൽ സംരക്ഷിക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇരുന്നോളൂ. ഏത് പാഠമായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? 11 ഏതായിരുന്നു അത്? സഭ ഏകമാണ്. എന്തൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത്? ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, അത് ചെയ്തോ? എന്താ പറഞ്ഞത്? ചോദ്യം എഴുതാൻ പറഞ്ഞായിരുന്നല്ലേ. എത്ര ചോദ്യം ഉണ്ടായിരുന്നു അതിനകത്ത്? 1 ഉണ്ടായിരുന്നുള്ളൂ. അത് എഴുതിയോ? മിടുക്കരാ കേട്ടോ, എഴുതിയവരുണ്ട്, നല്ല മിടുക്കരാണ്. ഇനി വേറൊരു കാര്യം കൂടി സിസ്റ്റർ പറഞ്ഞായിരുന്നല്ലോ. എന്താ പറഞ്ഞത്? ഇനി എടുക്കാനുള്ള ഭാഗം കൂടി വായിച്ചിട്ട് വരണം എന്ന് പറഞ്ഞായിരുന്നല്ലേ. അങ്ങനെയാണെങ്കിൽ സിസ്റ്റർ ഒന്ന് ചോദിക്കട്ടെ, അതിന് മുമ്പുള്ള ഭാഗവും വായിച്ചല്ലോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കേട്ടത്. എന്തൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. എന്തെല്ലാം കാര്യങ്ങളാണ് പഠിച്ചത്? സഭ ആകുന്നത് എങ്ങനെയെന്ന് പഠിച്ചു. പിന്നെ സഭ കൂദാശകളിലൂടെയുള്ള ഐക്യം കണ്ടു. പിന്നെ വേറെന്താ കണ്ടത്? കൊയിനോനിയ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് കണ്ടു. എന്താണത്? കൊയിനോനിയ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? കൂട്ടായ്മ അല്ലേ. സഭയെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. വിശ്വാസപരമായ ഐക്യം, ആരിലുള്ള വിശ്വാസമായിരുന്നു നമുക്കുണ്ടായിരുന്നത്? അതായത് ത്രിത്വേക ദൈവത്തിലുള്ള വിശ്വാസമാണ് സഭയെ ഒന്നിപ്പിച്ച് നിർത്തുന്നത്. അതുപോലെ തന്നെ കൂദാശകളിലുള്ള ഐക്യം, ഒരേ മാമോദീസായിലും ഒരേ കുർബാനയിലും ഒരേ അപ്പത്തിലും നാം പങ്കുചേരുമ്പോൾ സഭ മുഴുവനും ഒന്നാകുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടു അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനകത്ത് സിസ്റ്റർ പറഞ്ഞിരുന്നു ഒരു പോയിന്റും കൂടി ആദ്യത്തെ ചോദ്യത്തിനകത്ത് പഠിക്കാനുണ്ടെന്ന്. ശ്ലൈഹികമായ ഐക്യം. ശ്ലൈഹികമായ ഐക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ ശ്ലൈഹികമായ ഐക്യം എന്ന് പറഞ്ഞാൽ? ശ്ലൈഹികം എന്ന് പറഞ്ഞാൽ സ്ലീഹന്മാരല്ലേ. സ്ലീഹന്മാരോട് കൂടത്തിലുള്ള ഒരു ഐക്യം, ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാലോ. സ്ലീഹന്മാരുടെ പിൻഗാമികൾ ആരാണ്? മെത്രാന്മാരല്ലേ. സ്ലീഹന്മാരുടെ പിൻഗാമികളാണ് മെത്രാന്മാർ. ഈ മെത്രാന്മാരോട്, അതായത് സ്ലീഹന്മാരോടും മെത്രാന്മാരോടും അവരുടെ പിൻഗാമികളായ മെത്രാന്മാരോടും കൂടി ചേർന്നുള്ള ഒരൈക്യമാണ് ശ്ലൈഹികമായ ഐക്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കുക, ഈശോ സഭയ്ക്ക് രൂപം കൊടുത്തത് ആരിലൂടെയായിരുന്നു? കഴിഞ്ഞ ഭാഗത്തും നമ്മൾ കണ്ടു. ആരിലൂടെയായിരുന്നു? അപ്പസ്തോലന്മാരിലൂടെ അല്ലേ, ശ്ലീഹന്മാരിലൂടെ. അവരെ തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് വചനം പ്രഘോഷിക്കുവാനായി അയച്ചതിലൂടെയാണ് സഭ രൂപം കൊള്ളുകയും സഭ പടർന്ന് പന്തലിക്കുവാൻ തുടങ്ങിയതും അല്ലേ. നോക്കുക, ശ്ലീഹന്മാരും അവരുടെ പിൻഗാമികളായ മെത്രാന്മാരും ആയിട്ട് കൂടിച്ചേർന്നുള്ള ഒരു ഐക്യത്തെയാണ് ശ്ലൈഹികമായ ഐക്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഐക്യം നമ്മുടെ സഭയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ സ്ലീഹന്മാരും അവരുടെ പിൻഗാമികളുമായിട്ടുള്ള ഐക്യം, ആ ഒരു ഐക്യം നമ്മുടെ സഭയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈശോ ആഗ്രഹിച്ചതും സ്ലീഹന്മാരിലൂടെ ലോകം മുഴുവനും വിശുദ്ധീകരിക്കപ്പെടണമെന്ന്. അതായത് തൻ്റെ പിൻഗാമികളായിട്ട് അവരെ നിയോഗിച്ചപ്പം ഒരു സഭ രൂപപ്പെടുത്തിയപ്പോൾ ലോകം മുഴുവനും ഈശോയെ അറിയണമെന്നും അവരാൽ നയിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യണമെന്നാണ് ഈശോ ആഗ്രഹിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ 12 അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാരിലൂടെയല്ലേ സഭ ഇന്നും നയിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. ഇനി അതിനുശേഷം അവർക്കും പിൻഗാമികളായിട്ട് അല്ലെങ്കിൽ അവർക്കും പ്രതിനിധികളുണ്ടല്ലേ. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
സഭയുടെ കൂട്ടായ്മയ്ക്ക് ഏറ്റവും ആവശ്യമായ ഒരു ഘടകമാണ് ശ്ലൈഹികമായ ഐക്യം. അതായത് കണ്ടു കഴിഞ്ഞു നമ്മൾ ശ്ലീഹന്മാരും അവരുടെ പിൻഗാമികളായ മെത്രാന്മാരും കൂടി ചേർന്നുള്ള ഒരൈക്യം, അവരോട് ചേർന്നുള്ള ഒരൈക്യം, അതാണ് ശ്ലൈഹികമായ കൂട്ടായ്മ, ശ്ലൈഹികമായ ഐക്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്രകാരം ഇങ്ങനെ ഈ ഒരു കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഒരേ നേതൃത്വമാണുള്ളത്. എന്താണ്? ഒരേ നേതൃത്വമാണ് അവർക്കുള്ളത്. അതെന്ത് നേതൃത്വമാണ്? ആദ്യത്തെ മാർപ്പാപ്പ ആരായിരുന്നു? ആരാ? പത്രോസ്ലീഹ അല്ലേ? ഈ പത്രോസ്ലീഹായുടെ പിൻഗാമി നമ്മുടെ മാർപ്പാപ്പായോട് ചേർന്ന് സ്ലീഹന്മാരുടെ പിൻഗാമികളായി, അതായത് പത്രോസ്ലീഹായായിരുന്നു സ്ലീഹന്മാരുടെ ലീഡർ അല്ലേ? നമുക്കറിയാം സ്ലീഹന്മാരുടെ ലീഡർ എന്ന് പറയുന്നത് പത്രോസ്ലീഹയായിരുന്നു. ഈ പത്രോസ്ലീഹയോട് ചേർന്നായിരുന്നല്ലോ സ്ലീഹന്മാർ നയിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്, വചനം പ്രഘോഷിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ മാർപ്പാപ്പായോട് ചേർന്ന് മെത്രാന്മാരുമായിട്ടുള്ള ഒരു ഐക്യം. ഇനി മെത്രാന്മാരുടെ അവരുടെ പ്രതിനിധികളായിട്ട് വരുന്നത് ആരാണ്? വൈദികരുണ്ടല്ലേ? നമുക്കറിയാം അതൊക്കെ. നോക്കുക, ഇതാണ് ഒരു ശ്ലൈഹികമായ ഐക്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാർപ്പാപ്പ, അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാർ, ഇവരുമായിട്ട് കൂടിച്ചേർന്ന് സ്ലീഹന്മാരോട് കൂടിച്ചേർന്ന് ഒരൈക്യം. അങ്ങനെ നമ്മൾ അത്രയും പോയിന്റുകൾ കണ്ടു. ഇനി നമ്മൾ ഒരു പോയിന്റ് പഠിക്കാനുണ്ട്. സഭ ഏകമാണ് എന്ന് പറയുമ്പം സിസ്റ്റർ പറഞ്ഞു, സഭയ്ക്കകത്ത് സഭ ഏകമാണ് എന്ന് പറയുമ്പോഴും സഭയിൽ വിവിധ സഭകളുണ്ട് എന്ന് ഒരു പോയിന്റ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു അല്ലേ? അതെന്താണെന്ന് നോക്കാം. സഭകളുടെ കൂട്ടായ്മ. സഭകളുടെ കൂട്ടായ്മ എന്ന് പറയുമ്പം നമുക്കറിയാം സഭ എന്താണ്? ഈശോയുടെ ശരീരമാണ് സഭ അല്ലേ? അതായത് ശിരസായ മിശിഹായോട് ചേർന്ന് നിൽക്കുന്ന വിവിധ അവയവങ്ങളാണ് നമ്മൾ എന്ന് സഭ എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. മിശിഹായുടെ ശരീരമാണ് സഭ. അങ്ങനെയാണെങ്കിൽ ഈ സഭയിൽ ഈ സഭയിലുള്ള വിശ്വാസികൾ മുഴുവനും ഒരേ അധികാരത്തിന് കീഴിൽ വിവിധങ്ങളായ വ്യക്തിസഭകളായി നിലകൊള്ളുന്നു. എന്താണ്? ഒരേ അധികാരത്തിന് കീഴിൽ വിവിധങ്ങളായ വ്യക്തിസഭകളായി നിലകൊള്ളുന്നു. ഇതിനെയാണ് സഭകളുടെ കൂട്ടായ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് അതിനകത്ത് മനസ്സിലായോ? ഒരു ലീഡർ ഉണ്ടാവും, ഒരു അധികാരം ഉണ്ടാകും, ഒരു കേന്ദ്രം. അതിനോട് ചേർന്ന് വിവിധ വ്യക്തിസഭകളായിട്ട് രൂപം കൊള്ളുന്നു. അത് മനസ്സിലാക്കാൻ വേണ്ടി സിസ്റ്റർ ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ ഇന്ത്യ അല്ലേ? ഇന്ത്യ ഒരു വലിയ മഹാരാജ്യമാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, നമ്മുടെ ലീഡർ ആരാണ്? ആ പ്രധാനമന്ത്രി അല്ലേ? അതുപോലെ തന്നെ ഇന്ത്യക്ക് വിവിധ സംസ്ഥാനങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പ്രധാനമന്ത്രിയാണോ നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളെയും ഭരിക്കുന്നത്? അല്ല. പക്ഷേ നമ്മുടെ ഓരോ സംസ്ഥാനത്തിനും ഭരിക്കുവാൻ വേണ്ടി ആരുണ്ട്? മുഖ്യമന്ത്രിമാരുണ്ടല്ലേ? അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തെ ഭരിക്കുന്നു, അതുപോലെ തമിഴ്നാടിൻ്റെ. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടേതായ പ്രത്യേകതകളുണ്ട്, അവരുടേതായ ശൈലികളുണ്ട്, അവരുടേതായ നേതൃത്വങ്ങളുണ്ട്. പക്ഷേ ഇവരെല്ലാം കൂടി ഒന്നു ചേരുന്നത് എവിടെയാണ്? ഇന്ത്യയുടെ ഏറ്റവും സുപ്രധാനമായ നിയമങ്ങൾ തീരുമാനിക്കേണ്ടത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ് അല്ലേ? പ്രധാനമന്ത്രിയും അതിനോട് ചേർന്നുള്ള സംവിധാനങ്ങളുമാണ് അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇതുപോലെ തന്നെ തിരുസഭയിലും വിവിധ ഘടകങ്ങളുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഈ പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്നത് പോലെ തിരുസഭയുടെ ലീഡർ മാർപ്പാപ്പ. ഈ മാർപ്പാപ്പായോട് ചേർന്ന് വിവിധങ്ങളായ സഭകൾ നമ്മുടെ തിരുസഭയിലുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനു മുമ്പ് ഇങ്ങനെ വിവിധ സഭകളുണ്ട് എന്നൊക്കെ പറയുമ്പം ഒരു ചെറിയ വീഡിയോ കണ്ടു നോക്കാം. അതിനകത്ത് നമുക്കിപ്പോൾ അറിയാവുന്നത് നമ്മുടെ കുർബാനയാണല്ലേ? അന്നാ പെസഹ മുതൽ തുടങ്ങി വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന അതിനിടെ ആ ഒരു ഭാഗമാണ് നമ്മുടെ കുർബാനയായിട്ട് സീറോ മലബാർ സഭയുടെ കുർബാനയായിട്ട് നമ്മൾ കാണുന്നത്. നമുക്ക് ഇനി അതല്ലാതെ മറ്റു കുർബാനകൾ നമ്മൾക്കറിയാമോ? ഏതാണ് അറിയാവുന്നത്? ലാറ്റിൻ കുർബാന അറിയാം അല്ലേ? ലത്തീൻ കുർബാന. അത് കൂടിയിട്ടുള്ളവരുണ്ടോ? ഉണ്ടല്ലേ? ലത്തീൻ കുർബാന കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു കുർബാന നമുക്കറിയാമല്ലോ. ഏതാണ്? അത് കൂടിയിട്ടുണ്ടോ? അധികം ആരും കൂടിയിട്ടുണ്ടാവില്ല അല്ലേ? മലങ്കര കുർബാനയും നമുക്കറിയാം. ഈ 3 കുർബാനകളാണ് നമ്മുടെ കേരളത്തിൽ, നമ്മുടെ സംസ്ഥാനത്ത് നമുക്ക് ഏകദേശം പരിചയമായിട്ടുള്ള കുർബാനകൾ. കാരണം ഈ വിവിധ സഭകളുണ്ട് എന്ന് പറഞ്ഞതിൽ ഈ 3 സഭകളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഇപ്പോൾ ഒരു കുർബാനയുടെ ഒരു ചെറിയ ഭാഗം നമുക്ക് കണ്ടു നോക്കാം. നമ്മുടെ കുർബാന പോലെ തന്നെയാണോ ഇത് നമുക്ക് നോക്കണം. ഇനി എങ്ങനെയാണ് അതിനകത്ത് വ്യത്യസ്തം, അതായത് എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കേ.
Our Father who art in heaven, hallowed be thy name. Thy kingdom come, thy will be done on earth as it is in heaven. Give us this day our daily bread, and forgive us our trespasses, and we forgive those who trespass against us. And lead us not into temptation, but deliver us from the evil one. Through Christ Jesus our Lord, for thine the kingdom, the power, and the glory forever. Amen. Onem otayonim onti panagetrias ifjotnim ibshirin pibna maethwab. Oherinim okoti genti oim avatsisawab. In kasulikin apostolikin ecclesian tifnoti. Amin. Arjef mewe bshoisenet of inina ki khonen naidorun. Nimnet of ino ego nimne et of ino evol hetoto. Moino tirum beveki bi evol khinifi owe. Prosevex asti. വീഡിയോ കണ്ടു അല്ലേ? എന്താ വ്യത്യാസം? നമുക്ക് പെട്ടെന്ന് മനസ്സിലായ വ്യത്യാസം എന്താ? നമ്മുടെ കുർബാനയ്ക്ക് ഓസ്തിയാണ് ഉപയോഗിക്കുന്നത്. ഇതിനകത്തോ വലിയ ബണ്ണല്ലേ, വലിയ ബ്രെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പം ഇത് സഭയുടെ ഭാഗമാണോ? നമ്മുടെ തിരുസഭയുടെ ഭാഗമാണോ ഈ കുർബാന, ഈ കുർബാന അർപ്പിക്കുന്ന സഭ എന്ന് പറയുന്നത്? നമ്മുടെ തിരുസഭയുടെ ഭാഗമാണ്. ഇതുപോലെ 24 സഭകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി അത് നമുക്ക് കാണുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഒരു അധികാരത്തിന് കീഴിലേക്ക് ഇത് ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. ഇതിനകത്ത് ഇതിനെ യോജിപ്പിച്ച് നിർത്തുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. ഈ സഭകളെ മുഴുവനും യോജിപ്പിച്ച് നിർത്തുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആരാധനാക്രമം, ദൈവശാസ്ത്രം, ആധ്യാത്മികത, ശിക്ഷണക്രമം. ഇവയാണ് സഭകളെ തമ്മിൽ യോജിപ്പിച്ച് നിർത്തുന്നത്. എന്തൊക്കെയാണ്? ആരാധനാക്രമം, ദൈവശാസ്ത്രം, ആധ്യാത്മികത, ശിക്ഷണക്രമം. ഇവയൊക്കെയാണ് സഭകളെ തമ്മിൽ ഇങ്ങനെ യോജിപ്പിച്ച് ഇവയുടെ അടിസ്ഥാനത്തിൽ 24 വ്യക്തിസഭകളാണ് നമ്മുടെ തിരുസഭയ്ക്കുള്ളത്. അതെങ്ങനെയാണ് മനസ്സിലാക്കുന്ന? ആരാധനാക്രമം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ കണ്ടു കൂദാശാപരമായ ഐക്യം എന്ന് കണ്ടു അല്ലേ? ഈ സഭകൾക്കെല്ലാം ഒരേ കൂദാശയാണ്, ഒരേ ദൈവശാസ്ത്രമാണ്. ശ്ലീഹന്മാരിൽ നിന്നും പകർന്നു കിട്ടിയ ഒരേ ദൈവശാസ്ത്രമാണുള്ളത്. ഒരേ പരിശുദ്ധ ത്രിത്വത്തിൽ വിശ്വസിക്കുന്നു, പരിശുദ്ധ അമ്മയിൽ വിശ്വസിക്കുന്നു, ഒരേ ലീഡറിൻ്റെ കീഴിൽ വർത്തിക്കുന്നു. ആരാണ് നമ്മുടെ ലീഡർ? മാർപ്പാപ്പ അല്ലേ? ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന 24 വ്യക്തിസഭകളാണ് തിരുസഭയിലുള്ളത്. ഇങ്ങനെ പല സഭകളായിട്ട് രൂപം കൊള്ളാനുള്ള കാരണം എന്താണെന്ന് നോക്കാം. അതായത് ഈശോ ശ്ലീഹന്മാരെ അയച്ചു കഴിഞ്ഞപ്പം നമ്മുടെ ഭാരതത്തിൽ വന്നത് ആരാണ്? തോമാശ്ലീഹ അല്ലേ? തോമാശ്ലീഹ ഭാരതത്തിൽ വന്നു. അങ്ങനെ തോമാശ്ലീഹ ഭാരതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പം തോമാശ്ലീഹായ്ക്ക് ഈശോയിൽ നിന്നും കിട്ടിയ ഒരു അനുഭവമുണ്ട്. എന്താണ് തോമാശ്ലീഹായുടെ വലിയ അനുഭവം എന്ന് പറയുന്നത്? ഉദ്ധിതനായ ഈശോയുടെ തിരുവിലാവിലെ ആ മുറിവുകളിൽ കൈകൾ വയ്ക്കുവാനുള്ള വലിയ അനുഭവം തോമാശ്ലീഹായ്ക്ക് കിട്ടി. ഒരു ഉദ്ധാനത്തിൻ്റെ അനുഭവമാണ് തോമാശ്ലീഹായ്ക്ക് കിട്ടിയത്. തോമാശ്ലീഹ ആ ഒരു വലിയ അനുഭവത്തോടു കൂടി ഭാരതത്തിലേക്ക് വന്നു. ഇവിടെ വന്നപ്പം തോമാശ്ലീഹ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പം
നമ്മുടെ ഭാരതത്തിന്, നമ്മുടെ ഇന്ത്യക്ക് ഒരു പ്രത്യേകതയൊക്കെ ഉണ്ടല്ലോ. നമുക്കൊരു സംസ്കാരമില്ലേ, ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത്. ഈ നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളോട് തോമാശ്ലീഹ ചേർന്നപ്പോൾ ഈ ഒരു സംസ്കാരത്തിലും ഈ ഒരു ചരിത്ര പശ്ചാത്തലത്തിലും ആ ഒരു സാഹചര്യത്തിലുമൊക്കെ രൂപം കൊണ്ടപ്പം നമ്മുടെ ഭാരതത്തിന് ചേരുന്ന ഇതിനനുയോജ്യമായ ഒരു സഭ രൂപം കൊണ്ടു. അതേത് സഭയാണ്? തോമാശ്ലീഹായിലൂടെ നമുക്ക് പകർന്നു കിട്ടിയ സഭ, ആ സീറോ മലബാർ സഭയല്ലേ. ഇതുപോലെ തന്നെ പത്രോസ്ലീഹ പ്രസംഗിച്ചു. അതിനനുസരിച്ച് അവിടെ എന്ത് രൂപം കൊണ്ടു? പത്രോസ്ലീഹ ക്രൂശിതനായ മിശിഹായോടുള്ള അനുഭവത്തിലൂടെ പത്രോസ്ലീഹ എന്ത് ചെയ്തു? ഈശോയെ തള്ളിപ്പറഞ്ഞു അല്ലേ. അപ്പം പക്ഷേ എന്നിട്ടും ഈശോയുടെ കുരിശുമരണം കണ്ടു കഴിഞ്ഞപ്പോൾ പത്രോസ്ലീഹായ്ക്ക് ആ ഒരു പശ്ചാത്താപവും ആ ഒരു അനുതാപവും ഒക്കെ വന്ന് പത്രോസ്ലീഹ ആ കാര്യങ്ങളാണ് പ്രസംഗിച്ചത്. അങ്ങനെ അവരുടെ ഇടയിലുള്ള സംസ്കാരവുമായിട്ട് രൂപം കൊണ്ടപ്പോൾ അങ്ങനെ അവിടെ ഒരു സഭ രൂപം കൊണ്ടു. അതാണ് ലത്തീൻ സഭ. ഇങ്ങനെ ഓരോ പ്രദേശങ്ങളിൽ പോയി ശ്ലീഹന്മാർ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അവിടുത്തെയുള്ള വ്യത്യസ്തമായ സാഹചര്യങ്ങളും വ്യത്യസ്തമായ അവരുടെ സംസ്കാരവും ഒക്കെ അതിനോട് ചേർന്ന് രൂപം കൊള്ളുകയാണ്. അങ്ങനെയാണ് വ്യത്യസ്തമായ സഭകൾ ഉണ്ടായത്. ഇനി നോക്കുക, അങ്ങനെ വ്യത്യസ്തമായ സഭകൾ ഉണ്ടായെങ്കിൽ അവർക്കൊക്കെ ഒരു ലീഡറാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ പ്രത്യേകതകളുമുണ്ട്. ഇവർക്കെല്ലാം തുല്യ പദവിയാണ്. ഇതിനകത്ത് ഒരു സഭയ്ക്ക് ഉയർന്ന പദവി, മറ്റു സഭയ്ക്ക് അതിന് താഴ്ന്ന പദവി എന്നൊന്നുമില്ല. ഈ 24 സഭകൾക്കും തുല്യ പദവിയാണ് ഉള്ളത്. ഒരേ അവകാശവും ഒരേ അധികാരവും ഒക്കെയാണ് തിരുസഭയിൽ മുഴുവനായിട്ടുള്ളതും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ അവർക്ക് തനതായ സ്വന്തമായ ഒരു ജീവിത ശൈലിയുണ്ട്, അവരുടേതായ ജീവിതശൈലി. നമ്മൾ ഇന്ത്യയുടെ കാര്യം പറഞ്ഞപ്പോൾ മനസ്സിലാക്കിയപ്പോൾ കണ്ടുവല്ലോ, കേരളത്തിൻ്റെതായ സംസ്കാരമുണ്ട്, കേരളത്തിൻ്റെതായ ഭാഷയുണ്ട്, നമ്മുടെ ഒരു ജീവിത ശൈലിയുണ്ട് അല്ലേ. പക്ഷെ അത് ഇന്ത്യ മുഴുവനും ഒന്നാകണമെന്ന് പറഞ്ഞാൽ അത് ശരിയാകുമോ? ഇല്ല. ഇതുപോലെ തന്നെയാണ് ഓരോ സഭയ്ക്കും സ്വന്തമായ ജീവിത ശൈലികളുണ്ട്. പക്ഷേ അവർക്കെല്ലാം തുല്യ അധികാരമാണ്, തുല്യ പദവിയാണുള്ളത്. ഇനി ഇതെങ്ങനെ രൂപം കൊണ്ടുവന്ന് നമുക്ക് നോക്കാം. പുരാതനമായ, അതായത് പണ്ട് മുതലേയുള്ള 6 പാരമ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് രൂപം കൊണ്ടത്. ഇതിൽ 5 എണ്ണം പൗരസ്ത്യവും 1 എണ്ണം പാശ്ചാത്യവുമാണ്. എന്ന് പറഞ്ഞാൽ എന്താ? പൗരസ്ത്യവും പാശ്ചാത്യം എന്ന് പറഞ്ഞാൽ എന്താ? പൗരസ്ത്യം എന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ അല്ലേ, കിഴക്കിൻ്റെ, അതായത് നമ്മുടെ ഈ ഭാഗത്തോട്ടുള്ളതാണ് പൗരസ്ത്യം എന്ന് പറയുന്നത്. പാശ്ചാത്യം എന്ന് പറഞ്ഞാലോ വെസ്റ്റേൺ, അതായത് യൂറോപ്യൻ ഭാഗങ്ങളിലേക്കുള്ളതാണ്. അപ്പം അങ്ങനെ വെസ്റ്റേണിൽ പാശ്ചാത്യ ഭാഗങ്ങളിൽ ഒരൊറ്റ പാരമ്പര്യവും പൗരസ്ത്യ ഭാഗങ്ങളിൽ 5 പാരമ്പര്യങ്ങളും. അത് ഏതൊക്കെ പാരമ്പര്യങ്ങളാണെന്ന് നമുക്ക് നോക്കാം. അലക്സാൻഡ്രിയൻ, അർമേനിയൻ, അന്ത്യോക്യൻ, ബൈസന്റൈൻ, കാലഡിയൻ. ഇങ്ങനെ 5 പാരമ്പര്യങ്ങളാണ് പൗരസ്ത്യത്തിലുള്ളത്. ഏതൊക്കെയാണ്? ശ്രദ്ധിച്ച് കേൾക്കണം. അർമേനിയൻ, അലക്സാൻഡ്രിയൻ, ബൈസന്റൈൻ, അന്ത്യോക്യൻ, കാലഡിയൻ. ഇങ്ങനെ 5 പാരമ്പര്യങ്ങളാണ് നമ്മുടെ പൗരസ്ത്യ സഭകളിലുള്ളത്. ഇതിൻ്റെ കീഴിലും വിവിധങ്ങളായ സഭകളുണ്ട്, അത് നമുക്ക് നോക്കാം. ഇനി പാശ്ചാത്യ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അത് റോമൻ, ആ ഒരു ഭാഗത്തുള്ള ഒരു റോമൻ ലത്തീൻ ആ ഒരു പാരമ്പര്യമാണ് പാശ്ചാത്യ പാരമ്പര്യത്തിൽപ്പെടുന്നത്. നമുക്ക് 24 വ്യക്തിസഭകൾ ഉണ്ട് എന്ന് കണ്ടു. ഇതിനകത്ത് 1 പാശ്ചാത്യമാണ്, ബാക്കി 23 എണ്ണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടു 5 പാരമ്പര്യങ്ങൾ പൗരസ്ത്യമാണെന്ന് കണ്ടെങ്കിൽ ഈ 5 എണ്ണത്തിനകത്തായിരിക്കും ബാക്കി 23 സഭകളും ഉണ്ടാകുന്നത് അല്ലേ. പാശ്ചാത്യം ഒരെണ്ണമേ ഉള്ളൂ, അത് ലത്തീൻ സഭയാണ്. ബാക്കി 5 പാരമ്പര്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ് പൗരസ്ത്യ സഭകൾ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പാകത്തിന് സിസ്റ്റർ ഇതിനെ ചാർട്ടായിട്ട് വിഭജിച്ച് വെച്ചിട്ടുണ്ട്. തിരുസഭ 1, അതിനുശേഷം 2 ഭാഗങ്ങളായിട്ട്. അതെന്തൊക്കെയാണ്? 1 പൗരസ്ത്യം, 1 പാശ്ചാത്യം. ഈ പൗരസ്ത്യത്തിൻ്റെ കീഴിൽ വരുന്നതാണ് എന്ത്? അതിന് 5 വിഭാഗങ്ങളാണുള്ളത്. അതിൽ 23 എണ്ണമുണ്ട്. പാശ്ചാത്യ പാരമ്പര്യത്തിൽ 1 എണ്ണമാണുള്ളത്, അത് ലത്തീൻ സഭയാണ് അല്ലേ. ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. ഇനി 24 വ്യക്തിസഭകളെ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശരിക്കും ശ്രദ്ധിച്ചാലേ മനസ്സിലാകുള്ളൂ. കുറച്ച് കഠിനമായ വാക്കുകളാണ്, നമ്മൾക്ക് പരിചിതമല്ലാത്ത, കേട്ടിട്ടില്ലാത്ത ചില സ്ഥലങ്ങളുടെ പേരുകളൊക്കെയാണ്. ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഒന്നാമത്തേത് പൗരസ്ത്യ സഭയിലാണ് 5 വിഭാഗങ്ങൾ ഉള്ളതെന്ന് സിസ്റ്റർ പറഞ്ഞു. അതിനകത്ത് നോക്കണം, ബൈസന്റൈൻ നമ്മൾ കണ്ടു അല്ലേ. 6 പാരമ്പര്യത്തിൽ 1 ബൈസന്റൈൻ എന്ന് കണ്ടു. ഈ ബൈസന്റൈൻ പാരമ്പര്യത്തിൽ 14 വ്യക്തിസഭകളുണ്ട്. എത്ര എണ്ണമാണ്? 14 എണ്ണം. അത് ഏതൊക്കെയാണെന്ന് സിസ്റ്റർ വായിച്ചു തരാം. ചാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, അത് നോക്കാം. ബൾഗേറിയൻ, അൽബേനിയൻ, ഹംഗേറിയൻ, മെൽക്കൈറ്റ്, റുമേനിയൻ, റഷ്യൻ, റുത്തേനിയൻ, യുക്രൈനിയൻ, സ്ലോവാക്ക്, ഗ്രീക്ക്, ബൈലോ റഷ്യൻ, മാസിഡോണിയൻ,
ക്രിസ്ലേവിശി, ഇറ്റാലോ അൽബേനിയൻ, ഇങ്ങനെ 14 എണ്ണമാണ് നമ്മുടെ ബൈസന്റൈൻ പാരമ്പര്യത്തിലുള്ളത്. ഇനി നോക്കാം അടുത്ത പാരമ്പര്യം അന്ത്യോക്യൻ. അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ ഇത്ര എണ്ണമൊന്നുമില്ല. അന്ത്യോക്യൻ 3 എണ്ണമേ ഉള്ളൂ. അതൊന്ന് സിറിയൻ, രണ്ടാമത്തേത് മറോനീത്ത, മൂന്നാമത്തേത് സീറോ മലങ്കര. ഏതൊക്കെയാണ്? സീറോ മലങ്കര, മാറോനീത്ത, സിറിയൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് പരിചയമുള്ള റീത്ത് ഇതിനകത്തുണ്ടല്ലേ, സഭ ഇതിനകത്തുണ്ടല്ലേ. ഏതാണ് പരിചയമുള്ളത്? നമുക്കറിയാം, സീറോ മലങ്കര നമ്മൾ കേട്ടു അല്ലേ. ഇനി നമുക്ക് നോക്കാം അലക്സാണ്ട്രിയൻ. ഈ പാരമ്പര്യത്തിൽ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് കോപ്റ്റിക്, രണ്ടാമത്തത് എത്യോപ്യൻ, മൂന്നാമത്തത് എരിത്രയൻ. എന്തൊക്കെയാണ്? കോപ്റ്റിക്, എത്യോപ്യൻ, എരിത്രയൻ. ഇങ്ങനെ 3 എണ്ണമാണ് അലക്സാണ്ട്രിയൻ പാരമ്പര്യത്തിൽ പെടുന്നത്. നോക്കുക, അടുത്ത 2 പാരമ്പര്യമുണ്ടല്ലോ. ഏതൊക്കെയാണ്? നമ്മൾക്ക് പ്രധാനപ്പെട്ട ഒരു പാരമ്പര്യം വരുന്നുണ്ട്. നമ്മൾക്കെന്ന് പറഞ്ഞാൽ സീറോ മലബാർ സഭയ്ക്ക് പ്രധാനപ്പെട്ട ഒരു പാരമ്പര്യം വരുന്നുണ്ട്. ഏതാണ്? കാൽഡിയൻ പാരമ്പര്യമാണ്. അതിലാണ് സീറോ മലബാർ സഭ ഉൾപ്പെട്ടിരിക്കുന്നത്. കാൽഡിയൻ പാരമ്പര്യത്തിലാണ് സീറോ മലബാർ സഭ ഉൾപ്പെട്ടിരിക്കുന്നത്. അതിനകത്ത് കൽദായയുണ്ട്, സീറോ മലബാർ ഉണ്ട്. ഈ 2 സഭകളാണ് കാൽഡിയൻ പാരമ്പര്യത്തിൽ ഉൾപ്പെടുന്നത്. ഇനി അർമേനിയൻ എന്ന് പറഞ്ഞാൽ ആ ഒന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് വിഭാഗങ്ങളില്ല. ഇങ്ങനെ 23 വ്യക്തിസഭകളാണ് തിരുസഭയിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ നമ്മൾ നോക്കണം, തിരുസഭ എന്ന് പറയുന്ന വലിയൊരു സർക്കിളായിട്ട് നമുക്ക് കാണാം. വലിയൊരു സർക്കിള്. ഈ വലിയ സർക്കിളിനകത്ത് ചെറിയ ചെറിയ 24 സർക്കിളുകൾ. മനസ്സിലായോ? വലിയൊരു വൃത്തം, ആ വൃത്തത്തിനകത്ത് 24 ചെറിയ ചെറിയ വൃത്തങ്ങൾ. ഇങ്ങനെയാണ് ഈ വലിയ വൃത്തം എന്ന് പറയുന്നതാണ് എന്ത്? തിരുസഭ. ഈ തിരുസഭയിലുള്ള 24 ചെറിയ ചെറിയ വൃത്തങ്ങളാണ് 24 വ്യക്തിസഭകൾ. നമ്മൾക്ക് ഇനിയിപ്പം ഈ 3 എണ്ണം കേരളത്തിലുള്ള 3 റീത്തുകളെ കുറിച്ച്, 3 സഭകളെ കുറിച്ച് സിസ്റ്റർ സൂചിപ്പിച്ചായിരുന്നല്ലേ. ഏതൊക്കെയായിരുന്നു അത്? സീറോ മലബാർ, പിന്നെ സീറോ മലങ്കര, പിന്നെ ലത്തീൻ അല്ലേ. ഈ 3 എണ്ണം നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ള മറ്റ് വേറെ എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഈ സിസ്റ്റർ പഠിപ്പിച്ചതിനകത്ത് നിന്ന് ഏതെങ്കിലും കേട്ട് പരിചയമുണ്ടെന്ന് തോന്നുന്നതുണ്ടോ? ഏതാണത്? കോപ്റ്റിക് അല്ലേ. സിസ്റ്റർ നേരത്തെ ചാപ്റ്ററിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. കോപ്റ്റിക് ക്രിസ്ത്യൻസിനെ കുറിച്ച് സിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അതെന്ത് പറഞ്ഞപ്പോഴാണ് നമ്മൾ കണ്ടത്? ഈശോയ്ക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത കുറേ യുവാക്കളെ നമ്മൾ കണ്ടായിരുന്നല്ലേ. ആ പിക്ചറൊക്കെ നമ്മൾ കണ്ടായിരുന്നല്ലോ അല്ലേ. അതായത് കോപ്റ്റിക് സഭയിൽ, നമ്മുടെ സഭയിൽ സിസ്റ്റർ റാണിമരിയായെ നമുക്കറിയാം. ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിയായ വാഴ്ത്തപ്പെട്ടവളാണ് സിസ്റ്റർ റാണിമരിയ. ഇതുപോലെ തന്നെ ഈശോയ്ക്ക് വേണ്ടി സീറോ മലബാർ സഭയിൽ നിന്നും റാണിമരിയായെ നമുക്ക് അറിയാമെങ്കിൽ കോപ്റ്റിക് സഭയിൽ നിന്നും അതുപോലെ തന്നെ ഇതേ കാര്യം തന്നെയാണ് അവിടെയും സംഭവിച്ചത്. കാരണം എന്താ? സീറോ മലബാർ സഭയിൽ സീറോ മലബാർ തിരുസഭയിൽ ഉൾപ്പെട്ടിരിക്കുന്നവരാണ് ഇവരെല്ലാവരും. അങ്ങനെ കോപ്റ്റിക് സഭയിൽ നിന്നും രക്തസാക്ഷികളായവരെയാണ് നമ്മൾ അന്ന് പരിചയപ്പെട്ടതല്ലേ. അപ്പം ഇതുപോലെ തന്നെ 24 വ്യക്തിസഭകൾ ഉണ്ട് എന്ന് നമ്മൾ കണ്ടു. നോക്കാം, ഈ വ്യക്തിസഭകൾ ഇങ്ങനെ ഉണ്ടെങ്കിലും ഇതിനൊരു യൂണിറ്റി ഉണ്ട് എങ്കിൽ കൂടി ഡൈവേഴ്സിറ്റിയും ഉണ്ട്. അതായത് ഒരു ഏകത്വമുണ്ട്, ഒരു വ്യത്യസ്തതയുമുണ്ട്. അതെന്താണ് ഏകത്വം എന്ന് പറഞ്ഞത്? നമ്മൾ നേരത്തെ കണ്ടല്ലോ. എന്താണ്? ആരാധനക്രമം, ദൈവശാസ്ത്രം, ശിക്ഷണക്രമം, ഇങ്ങനെയൊക്കെ ഒരു ഏകത്വം നമ്മുടെ സഭയിലുണ്ടെങ്കിലും നമുക്ക് വ്യത്യസ്തതയുണ്ട്. എന്ത് വ്യത്യസ്തതയാണ്? ആരാധനക്രമം ഒന്നാണെങ്കിലും നമ്മുടെ കുർബാന അർപ്പണത്തിൻ്റെ വിവിധ രീതികളുണ്ടല്ലോ അല്ലേ. അതായത് ഓരോ സഭയ്ക്കും അതിൻ്റെ സാഹചര്യത്തിനനുസരിച്ച്, അതിൻ്റെ സ്ഥലത്തിൻ്റെ സംസ്കാരം അനുസരിച്ച് ചില വ്യത്യസ്ത ശൈലികൾ നമുക്ക് തനതായിട്ട് നമുക്ക് സ്വന്തമായിട്ട് രൂപപ്പെടുത്തിയെടുക്കാം. ഇതാണ് അതിൻ്റെ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതായത് തനതായ ജീവിതശൈലിയുണ്ട്, പിന്നെ വ്യത്യസ്ത ചരിത്ര സാഹചര്യങ്ങളുണ്ട്, സംസ്കാരങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ രൂപം കൊണ്ടതാണ്. ഒരു യൂണിറ്റി ഉണ്ടെങ്കിലും അതിനകത്ത് വ്യത്യസ്തതകളും ഉണ്ട്. പക്ഷേ ഇതിനെല്ലാം ഒരേ പദവിയാണുള്ളത്. ഈ തിരുസഭയിൽ എല്ലാ 24 സഭകൾക്കും ഒരേ പദവിയാണ് ഉള്ളത് എന്നോർക്കുക. എങ്ങനെയാണെങ്കിൽ സീറോ മലബാർ സഭയെക്കുറിച്ച് കുറച്ചൊന്നും നമുക്ക് നോക്കാം. സീറോ മലബാർ സഭ ആരിൽ നിന്നും വിശ്വാസം സ്വീകരിച്ചതാണ്? ആരിൽ നിന്ന്? മാർത്തോമാ ശ്ലീഹായിൽ നിന്നും അല്ലേ. മാർത്തോമാ ശ്ലീഹായിൽ നിന്നും വിശ്വാസം സ്വീകരിച്ച് ഈശോയുടെ വിശ്വാസത്തിലേക്ക് കടന്നു വന്നവരാണ് സീറോ മലബാർ സഭയിലുള്ള വിശ്വാസികൾ. നമ്മൾ എന്ത് ക്രിസ്ത്യാനികൾ എന്ന് അറിയപ്പെടുന്നത്? മാർത്തോമ ക്രിസ്ത്യാനികൾ അല്ലേ. നമ്മൾ അറിയപ്പെടുന്നത് തന്നെ മാർത്തോമ ക്രിസ്ത്യാനികൾ എന്നാണ്. മാർത്തോമാ ശ്ലീഹായിൽ നിന്നും വിശ്വാസം സ്വീകരിച്ചവരാണ് നമ്മൾ. നോക്കുക, ഈ ഒരു മാർത്തോമാ ശ്ലീഹായുടെ പാരമ്പര്യം പിന്തുടരുന്നവരാണ് സീറോ മലബാർ സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്.
നോക്കുക, ഈ നമ്മുടെ സീറോ മലബാർ സഭയുടെ ആരാധനാക്രമം എന്താണെന്ന് നമുക്ക് നോക്കാം. പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമമാണ് സീറോ മലബാർ സഭ പിന്തുടരുന്നത്. എന്താണ്? പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമമാണ് സീറോ മലബാർ സഭ രൂപം കൊള്ളുന്നത്. അത് നമ്മുടെ തദ്ദേശീയമായിട്ട് നമ്മുടെ സാഹചര്യങ്ങളോട് അനുരൂപപ്പെടുത്തിയാണ് നമ്മളതിനെ സ്വീകരിക്കുന്നത്. നമ്മുടെ ഭാരത സംസ്കാരത്തോട്, നമ്മളുടെ ഈ നാടിനോട് അനുരൂപപ്പെടുത്തി തദ്ദേശീയമായ അനുരൂപങ്ങളോട് കൂടിയാണ് ഈ ഒരു ആരാധനാക്രമം നമ്മൾ പിന്തുടരുന്നത്. ഇനി ഇതുപോലെ തന്നെ പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമം പിന്തുടരുന്ന വേറൊരു സഭ കൂടി ഉണ്ടല്ലോ. ഏതാത്? സീറോ മലബാർ സഭ പറഞ്ഞപ്പോൾ സിസ്റ്റർ വേറൊരു സഭയും കൂടി പറഞ്ഞായിരുന്നല്ലോ. ഏതാത്? കൽദായ സഭയല്ലേ. ഈ രണ്ട് സഭകളും പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമമാണ് ഉപയോഗിക്കുന്നത്. ഇത് റോമ സാമ്രാജ്യത്തിന് പുറത്താണ് രൂപപ്പെട്ടത്. അത് നമുക്കറിയാം അല്ലേ. ലത്തീൻ സഭ എന്ന് പറയുന്നത് റോമ സാമ്രാജ്യത്തിനകത്ത് രൂപപ്പെട്ടതാണ്. പക്ഷേ ഇവയൊക്കെ മറ്റു സഭകളൊക്കെ അതിന് പുറത്ത് രൂപം കൊണ്ടതാണ്. അതായത് നമ്മളുടെ പൗരസ്ത്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി, ഈസ്റ്റേൺ കൺട്രീസിലുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി അല്ലേ. അത് റോമ സാമ്രാജ്യത്തിനുള്ളിൽ രൂപപ്പെട്ടതല്ല എങ്കിൽ കൂടി, ആ ഒരു സാഹചര്യത്തിലല്ല നമ്മൾ വളർന്നു വന്നത് എങ്കിൽ കൂടി, പത്രോസിൻ്റെ സിംഹാസനവുമായിട്ട് ഐക്യത്തിലും കൂട്ടായ്മയിലുമാണ് നമ്മൾ വളരുന്നത്. പത്രോസിൻ്റെ സിംഹാസനവുമായിട്ട് ഐക്യത്തിലും കൂട്ടായ്മയിലുമാണ് നമ്മൾ വളരുന്നതും നിലകൊള്ളുന്നതും എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കണം. അതായത് മാർപ്പാപ്പയുടെ നേതൃത്വത്തെ അംഗീകരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ബാക്കി 23 വ്യക്തിസഭകളും എന്നോർക്കണം. കത്തോലിക്ക സഭയിൽ തനതായ വ്യക്തിത്വവും പാരമ്പര്യവുമുള്ള സീറോ മലബാർ സഭ വിശ്വാസത്തിലും കൂദാശകളിലും ഭരണക്രമത്തിലും സാർവത്രിക കൂട്ടായ്മയിൽ ഐക്യപ്പെട്ടിരിക്കുന്നു. സീറോ മലബാർ സഭയ്ക്ക് തനതായ വ്യക്തിത്വമുണ്ട്, പാരമ്പര്യമുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൂടി, അതിൻ്റെ ഒരു വ്യക്തിത്വവും പാരമ്പര്യവും ഒക്കെ നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ കൂടി, നമ്മൾ ആ ഒരു കൂദാശയിലും വിശ്വാസത്തിലുമൊക്കെ ഒന്നു ചേർന്ന് നിൽക്കുന്നവരാണ് എന്നോർക്കുക. അപ്പം സിസ്റ്റർ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, ഇതിനകത്ത് നമ്മൾ എത്ര ഭാഗങ്ങൾ എന്തൊക്കെ കണ്ടിരുന്നു എന്ന് നമുക്ക് നോക്കാം. സീറോ മലബാർ സഭ ഏത് ആരാധനാക്രമമാണ് പിന്തുടരുന്നത്? പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമം. വ്യക്തിസഭകളെ എങ്ങനെയാണ് അത് രൂപം കൊണ്ടത്? വ്യത്യസ്തമായ സാഹചര്യത്തിൽ, ചരിത്ര സാഹചര്യത്തിൽ, പശ്ചാത്തലത്തിലൊക്കെയാണ് ഇത് രൂപം കൊണ്ടത്. അങ്ങനെയാണ് ഓരോ വ്യക്തിസഭകളെയും അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയിൽ അത് നിലകൊള്ളുന്നത് അല്ലേ. അപ്പം നമ്മൾ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ എത്ര വ്യക്തിസഭകളുണ്ട്? 24 വ്യക്തിസഭകളുണ്ട്. ഇതെല്ലാം ഒരേ സർക്കിളിനകത്ത് ചെറിയ ചെറിയ സർക്കിളുകളാണ് 24 വ്യക്തിസഭകൾ എന്ന് നമ്മൾ കണ്ടു. ഇനി ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയല്ലേ ഈ ഒരു കാര്യങ്ങളെല്ലാം. അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് നമ്മൾ പഠിച്ച വചനത്തിൽ ഒരു വചനഭാഗം നമുക്ക് ഓർക്കാം. പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലുമായിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു വചനം കാണാതെ പഠിക്കണം. എന്നിട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതിയതിന് ശേഷം അതിൻ്റെ അവസാന ഭാഗത്ത് ഈ ഒരു വചനം കൂടി എഴുതണം. ആദ്യം പഠിച്ച വചനം ഏതാണ്? ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്, ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിപ്പിക്കും അല്ലേ. ഈ ഒരു വചനം നമ്മൾ കണ്ടു. നോക്കുക, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഒരു സഭയ്ക്ക് ഇത്രയും വ്യത്യസ്തതയുണ്ടെങ്കിലും നമ്മൾ ഒന്നായി നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ നമുക്ക് തീരുമാനമെടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു തീരുമാനമെടുത്തിരുന്നു, നമ്മളുടെ സഭയിൽ ഞാൻ മരണം വരെ നിലകൊള്ളും എന്നുള്ള തീരുമാനം നമ്മൾ എടുത്തിരുന്നു അല്ലേ. അതുപോലെ തന്നെ സഭയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും എന്നുകൂടി നമ്മൾ തീരുമാനമെടുത്തിരുന്നു. നമുക്ക് ഓർക്കാം, നമ്മുടെ ഈ സഭയുടെ ഐക്യത്തിനും അതിൻ്റെ ഒരു കൂട്ടായ്മയ്ക്കും വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. തിരുസഭയുടെ ഐക്യത്തിനും കൂട്ടായ്മയ്ക്കും വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. ഈശോ പ്രാർത്ഥിച്ചിരുന്നു അല്ലേ. ഈശോയുടെ പുരോഹിത പ്രാർത്ഥനയിൽ ഈശോ പ്രാർത്ഥിച്ചിരുന്നു, പിതാവും ഈശോയും ഒന്നായിരിക്കുന്നത് പോലെ ലോകം മുഴുവനെയും ഒന്നാക്കണമേ എന്ന് ഈശോ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കും പ്രാർത്ഥിക്കാം. സഭ മുഴുവനും എന്നും ഒന്നായിരിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മെ മുഴുവനായി സമർപ്പിച്ചുകൊണ്ട്, തിരുസഭയെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ കരങ്ങളിൽ ലോകം മുഴുവനെയും കൊടുക്കാം. ലോകം മുഴുവനും ഒരു ഇടയൻ്റെ കീഴിൽ ഒന്നാകുന്നതിന് വേണ്ടി നമുക്ക് ഈ സമയങ്ങളിൽ പ്രാർത്ഥിക്കാമല്ലേ. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നിന്നേ. നല്ല ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഈശോയെ, തിരുസഭയെക്കുറിച്ച് ഞങ്ങൾ ആഴത്തിൽ പഠിക്കുകയായിരുന്നു. 24 വ്യക്തിസഭകളുണ്ടെന്നും അവയെല്ലാം ഒരേ ഐക്യത്തിൽ രൂപം കൊള്ളുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കി.
ഈശോയെ, സഭയുടെ ഐക്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും ഒരിടയനായ അങ്ങയുടെ കീഴിൽ ചേർന്ന് നിൽക്കുന്ന ഒരാട്ടിൻ പറ്റമാക്കി അങ്ങ് മാറ്റണമേ. തിരുസഭയെ മുഴുവനും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഐക്യപ്പെടുത്തുകയും രൂപപ്പെടുത്തുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, നല്ല മാതാവേ, അമ്മ തിരുസഭയ്ക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവനു വേണ്ടിയും ഈശോയെ അറിഞ്ഞിട്ടില്ലാത്ത മക്കൾക്ക് വേണ്ടിയും ഈശോയുടെ മുൻപിൽ അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.